ഇപ്പോഴത്തെ ഒരു സംഭവവികാസങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു നീതിയുടെ പ്രശ്നമാണ് പൊതുവായി ഉന്നയിക്കപ്പെടുന്നത്. ആരോടൊപ്പമാണ് നിങ്ങളെന്നുള്ളൊരു ചോദ്യമാണ് പരക്കെ ഉന്നയിക്കപ്പെടുന്നത്. ആരോടൊപ്പമാണ് ഈ ഗവൺമെന്റ്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആവർത്തിച്ച കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഈ ഗവൺമെന്റ് അത് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. നിയമത്തിനു മുകളിൽ ഒരാളും പറക്കില്ല എന്നും, നീതി എല്ലാവർക്കും നീതി നടപ്പാക്കും, എല്ലാ വിഭാഗം ആളുകൾക്കും നീതി ഉറപ്പാക്കുമെന്നും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ നീതി ഉറപ്പാക്കുമെന്നും തെളിയിച്ചിട്ടുള്ളൊരു ഗവൺമെന്റാണ്. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. മുഖ്യമന്ത്രി തന്നെ എണ്ണി ഒട്ടേറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. അതിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ എത്ര വലിയ ആളാണെങ്കിലും ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ അതിൽ എങ്ങനെ നിയമവും നീതിയും ഉറപ്പാക്കും എന്ന് ഈ ഗവൺമെന്റ് തെളിയിച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അത് സമാനമായിട്ടുള്ള എല്ലാ കേസുകളിലും എന്താണോ നിയമം അനുശാസിക്കുന്നത് അതനുസരിച്ച് നീതി ഉറപ്പാക്കാനുള്ള നടപടിയുണ്ടാവും. അതിൽ വൈകലുണ്ടോ, നിഷേധമുണ്ടോ? ഒരു തരത്തിലും അക്കാര്യത്തിൽ കാലതാമസമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റോ കമൻറ്റോ ഇടുന്ന വേഗത്തിലോ, മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്ന വേഗത്തിലോ അല്ലല്ലോ സർക്കാർ കാര്യങ്ങൾ ചെയ്യുക. സർക്കാരിന് നടപടിക്രമങ്ങൾ, നിയമപരമായിട്ടുള്ള പരിശോധനകൾ, ഇത്തരം കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും എന്നല്ലാതെ അതിനപ്പുറമുള്ള ഒരു കാലതാമസവും ഇത്തരം കേസുകളിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. സർക്കാർ നിയമാനുസൃതം നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നീതി ഉറപ്പാക്കാനുള്ള നടപടി സ്വീകരിച്ചതാണ് ഇതുവരെയുള്ള ചരിത്രം. അത് തന്നെ ഇനിയുണ്ടാവും. ഇടതുപക്ഷ ഗവൺമെന്റിലെ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് നിയമാനുസൃതമായിരിക്കും സർക്കാർ പ്രവർത്തിക്കുക എന്നതും നീതി ഉറപ്പാക്കാൻ വേണ്ടിയായിരിക്കും സർക്കാർ നിലകൊള്ളുക എന്നതും ധൈര്യത്തോടു കൂടി പറയാൻ കഴിയും.